ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യക്ക് മോശം സമയമാണ്. എങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ആരാധകർ പ്രധാനമായും നോക്കിക്കാണുന്നത്. T20 ലോകകപ്പ് ജയത്തിനെ തുടർന്ന് ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്കും രോഹിത്തിന് ഇന്ത്യയെ നയിക്കാനാവുമെന്ന ആരാധകർക്കിടയിൽ നിലനിന്നിരുന്ന പ്രതീക്ഷ. 2013 ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചതും ധോണിക്ക് കീഴിലായിരുന്നു ഈ ജയം. പക്ഷേ ഈ പ്രാവശ്യം ഇന്ത്യ കിരീടം ചൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ന്യൂസിലൻഡ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിക്കുന്നത്. ആദ്യ മത്സരം ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയും നിന്നത്. തുടക്കത്തിലെ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ത്യയുടെ ടൂർണമെന്റിലെ പിന്നോട്ടുള്ള പോക്കെന്നതും. ഫെബ്രുവരി 23 ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക. ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം മാർച്ച് 2 ന്യൂസിലൻഡിനെതിരെയായിരിക്കും. പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. ഇതിനെ തുടർന്ന് UAE ആണ് ഇന്ത്യയുടെ പ്രധാന മത്സരവേദി. മറ്റ് ടീമുകൾക്ക് പാകിസ്ഥാനിലെ പല വേദികളുമായി പൊരുത്തപ്പെട്ട് കളിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇന്ത്യക്കൊരു വേദിയിൽ കളിച്ചാൽ മതിയെന്ന ആനുകൂല്യം ലഭിക്കും. ഒരേ വേദിയിൽ എല്ലാ മത്സരങ്ങളും കളിക്കുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ തയ്യാറാക്കാൻ കഴിയും. വേദി മാറുന്നതനുസരിച്ചായിരിക്കും പ്ലേയിങ് 11ൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇന്ത്യക്ക് ഒഴിവാകുന്നത്.